നമുക്ക് ബായ് ഇവിടെ കൊടുക്കണം. ടിക്കറ്റ് ചെക്കിങ്ങിന്റെ ഭാഗമായിട്ടാ. ഫൈൻ ഫൈൻ. ഞാനാവുന്നില്ല ഗൈസ്. വാട്ട്സ് ഹാപ്പനിങ് ഗൈസ്, ഇറ്റ്സ് മീ ജിസിൽ. വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന്, മീൻസ് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. ഇന്നലെ കാർണിവലിന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ പോയില്ലായിരുന്നു. ഇവിടെ ഫ്രണ്ടിൻ്റെ റൂമിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാനിപ്പം പോകാൻ പോവാം. അപ്പോൾ ഏകദേശം സമയം വാച്ച് ഓടുന്നില്ല, വാച്ച് ചേർത്ത് ചാർജില്ല. ഞാനിപ്പോൾ ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാം. 12:30ക്കാണ് എൻ്റെ ട്രെയിൻ. ഇപ്പം 11:15 സംതിങ് എന്തോ ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഇപ്പോൾ ഉള്ളത് പലാരിവട്ടത്ത് നിന്ന് നേരെ നമ്മൾ സൗത്തിൽ പോകും. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇനി നേരെ അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ എത്തി. നമ്മൾ ഇവിടുന്ന് ഇതുവഴി അങ്ങോട്ട് പോവാം. നമുക്ക് ബായ് ഇവിടെ കൊടുക്കണം. ടിക്കറ്റ് ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ എന്നിട്ട് ഇതുവഴി വേണം പോകാനായിട്ട്. നമ്മുടെ ബാഗ് നമുക്ക് ഇവിടെ കിട്ടും. അസീഷല്ല, എല്ലായിടും നമ്മൾ കാണുന്ന പോലെ തന്നെ. ഗൈസ്, നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ ടിക്കറ്റ് എടുക്കാൻ. ടിക്കറ്റ് തരാനായിട്ട് ആരും ഇല്ല. നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഗൂഗിൾ പേ ഞാൻ ഒന്ന് പേ ചെയ്തിട്ട് വരാവേ. ഗൈസ്, നമുക്ക് ടിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് കയറിപ്പോവാം. നമ്മൾ തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, അത്യാവശ്യം നല്ല സൗണ്ട് കേട്ടോ ഇവിടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ മൈക്ക് വെച്ച് അല്ല ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്, ഗോപ്രോയ്ക്കകത്തല്ല. ഞാൻ ഇപ്പോൾ ഫോണിനകത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഗൈസ്, ഇവിടെ മാനും മനുഷ്യനും ഇല്ല കേട്ടോ, ആരും ഇല്ല. ഇവിടുത്തെ ടിക്കറ്റ് കണ്ടില്ലേ, ഒരു പേപ്പർ ഇഷ്ടം പോലെ. നമ്മൾ ബാംഗ്ലൂർ മെട്രോ ഒക്കെ കണ്ടിട്ടില്ലേ, അവിടെ ആണെങ്കിൽ സാധാരണ എന്താ പറയുന്നത്, മറ്റേ ഒരു കൊയിൻ ടൈപ്പുള്ള സംഭവം, പ്ലാസ്റ്റിക്കിന്റെ ഒരു കൊയിൻ ഉണ്ടല്ലോ, അതേപോലത്തെ സംഭവമാണ്. നൈസാ. എന്തോ അനൗൺസ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാ പ്ലാറ്റ്ഫോം ഏതാന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. തൃപ്പൂണിത്തറ ടെർമിനൽ. വലിയൊരു ക്യാമറ ഒക്കെ വെച്ചപ്പോൾ ഉണ്ട്. കൊള്ളാം, നൈസായിട്ടുണ്ട്. ഗൈസ്, മെട്രോ അത്യാവശ്യം കത്തിയാന്ന് തോന്നുന്നു കേട്ടോ. 30 രൂപ. അറിയില്ല, സാധാരണ ബസ്സിനാണെങ്കിൽ ഇത്രയും ഇല്ലെന്നാ തോന്നുന്നത്. ബസ്സിനെ അപേക്ഷിച്ച് ഇത് കുറവാ, ടൈമിങ് കുറവാ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇവിടെ ക്രിസ്മസിന്റെ പരിപാടികളൊക്കെ ഉണ്ട്. പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? ഇവിടെ എന്തുവാന്നാ, ഇവിടെ എന്തോ പണി നടക്കും. ഇവിടെ എല്ലാം അടച്ചിട്ടേക്കുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ പ്ലാറ്റ്ഫോം മുകളിലാട്ടോ. ഇവിടെ എസ്കലേറ്റർ ഉണ്ട്, നമുക്ക് അത് വഴി പോവാം. നല്ല സീനാ കേട്ടോ, നടന്ന് ഉപ്പാട് നിന്ന്. ഗൈസ്, ഇവിടെ മാപ്പൊക്കെ വെച്ചേപ്പോൾ ഉണ്ട് കേട്ടോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളിപ്പം പാലാരിവട്ടം MG റോഡ്. ഗൈസ്, അവിടുന്ന് നമ്മളിങ്ങോട്ട് വരുന്നിടത്തതേ നമുക്ക് തിരിച്ചിങ്ങോട്ടാണ് വരണ്ടേ. ഇവിടെ ആണ് നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത്. ഇവിടെ ഇന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ, വണ്ടി പോകുന്നതും ഒക്കെ കൊള്ളാം, നൈസായിട്ടുണ്ട്. Just say hi. Hi, how are you? Fine. You subscribe a YouTube channel? Yeah, okay. Okay. Guys, ഈ യെല്ലോ ലൈൻ ഇല്ല, അതിനിപ്പുറം വേണം നമ്മൾ നിൽക്കാനായിട്ട്. Your Subscribe. Yeah, 1,000 above. Good. How many years your YouTube channels? I started in 3 years. 3 years. First 1 year, just I put it one video only. After that, I put in some videos. Every day, one videos upload every day. Yeah, I'm trying for that. Yeah. ഇവിടേക്ക് ചേട്ടനെ കണ്ടില്ലേ, അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് പോയായിരുന്നു, മറ്റേ ആ മിററില്ലേ, ആ മിററിൻ്റെ അടുക്കെ പോയപ്പോൾ നമ്മളവിടെ എന്തെടുക്കുമെന്ന് ചോദിച്ചു. ഇപ്പം നമ്മളിങ്ങനെ വിസിലടിച്ച് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു എന്തെടുക്കുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ജസ്റ്റ് വ്ലോഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. സീനൊന്നുമില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. സാറിന് നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ
അവരിപ്പോ ചീത്ത വിളിച്ചാ നമ്മളെ. സീരിയസ്ലി ഗൈസ്, അവര് എടുത്ത വയലിൽ വിളിക്കുന്ന ചീത്ത വിളിക്കത്തുള്ളൂ. എന്താന്നറിയത്തില്ല, അവിടെയുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെ. ഗൈസ് ഡേ അങ്ങനെ നമ്മൾ ഇറങ്ങി, നമ്മളിപ്പോൾ സൗത്തിലെത്തി കേട്ടോ. നമ്മളിനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നത്. മെട്രോ സ്റ്റേഷൻ കറക്റ്റ് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് അധികം നടക്കാനില്ല. ഇവിടെ ടിക്കറ്റ് ഒന്നുകൂടെ ഇത് ചെയ്യണം, സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാനായിട്ട്. സ്കാൻ ആവുന്നില്ല ഗൈസ്. എന്തൊരു പഞ്ഞ സംഭവം എന്ന് പറയാം. ഇത് കുറെ നേരം എടുക്കും ഈ സാധനം ഒന്ന് സ്കാനായി വരാൻ തന്നെ. അതായത് ഈ സംഭവം ഭയങ്കര ശോകം കേട്ടോ. കാരണം നമ്മള് ബാംഗ്ലൂർ മെട്രോ ഇല്ല, അവിടുത്തെ പോലുള്ള കൊയിൻ വില കൊണ്ടുവരുന്നതായിരുന്നു നല്ലത്. അപ്പം ഈ പേപ്പറിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാകുമ്പോൾ ഒരു സംഭവം ഉണ്ട്, അത് അതിനകത്ത് അങ്ങ് ഇട്ടാൽ മാത്രം മതി. ഒരു പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് ഒരു കൊയിനാണ്. ആ കൊയിനാണെങ്കിൽ നമ്മള് മറ്റേ ഒരു ഇടുന്ന ഒരു സംഭവം ഉണ്ട്, അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ഇത് ഓപ്പണായി വരും. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ അതാന്ന് തോന്നുന്നു. ഈ സ്കാനിങ്ങിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല അതാ. നമുക്കിനി അങ്ങോട്ട് പോകണം, റെയിൽവേ സ്റ്റേഷനിലോട്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആയിട്ടാ. അധികം നടക്കാനില്ല, കുറച്ചേ ഉള്ളു. ഇതേ ഈ മെട്രോ ഇറങ്ങിയതേ ഒരു സ്വല്പം ഫ്രണ്ടിലോട്ട് നടന്നാൽ തന്നെ അതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വരും. ഇവിടെ കുറേ അത്യാവശ്യം നല്ല കടകളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കടകളുണ്ട്. നിങ്ങൾക്ക് സാധനങ്ങൾ ഫുഡ് കഴിക്കാനായാലും അല്ല എന്തിനായാലും ഷോപ്പിങ്ങിനായാലും ഇവിടെ തന്നെ അത്യാവശ്യം നല്ല കടകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആദ്യമൊക്കെ അവർ അത്യാവശ്യം റേറ്റ് കൂട്ടി പറയുന്നത്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് കുറച്ചൊക്കെ കിട്ടും. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്ക് കാണും ഇന്ന്. കാർണിവൽ കഴിഞ്ഞിട്ട് എല്ലാവരും പോകുന്ന ഇതല്ലേ, അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. അതേ അങ്ങോട്ടൊക്കെ ഒരു വാക്ക് വേ ടൈപ്പ് സംഭവമാണ്. നമുക്ക് ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകണ്ടേ. സോറി, ലെഫ്റ്റ് അല്ല, ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് പോകണം. ഞാൻ ഇനി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. ടിക്കറ്റ് കിട്ടി. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. നിങ്ങൾക്ക് വേറൊരു ടിപ്പ് വേണം ഞാൻ പറഞ്ഞുതരാം. മറ്റേ UTS എന്ന് പറയുന്ന ആപ്പ് ഉണ്ടല്ലോ, അതുവഴി വേണമെങ്കിൽ നമുക്ക് മറ്റേ ജനറൽ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പറ്റും. എല്ലാ ടിക്കറ്റും എടുക്കാം, എക്സ്പെഷ്യലി ജനറൽ ടിക്കറ്റ്. നമ്മുടെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം നമ്പർ 5-ലാണ്. നമുക്ക് 5-ലോട്ട് പോവാം. അതെ, ഇതുവഴി. ഇതേണ്ട വയസ്സ് ഇവിടെ ആണെങ്കിൽ മറ്റേ ഇതില്ല, എസ്കലേറ്റർ ഇല്ല. ഇങ്ങോട്ട് കയറി വരാൻ മാത്രമേ ഉള്ളൂ അവിടുന്ന്. ഇതേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 5. ഇതുവഴി നമുക്ക് ഇറങ്ങി എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് മാറി വെയിറ്റ് ചെയ്യാം. നമുക്ക് ജനറൽ ടിക്കറ്റ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ജനറൽ ടിക്കറ്റ് എടുത്തത് നമുക്ക് കുറച്ച് ദൂരം പോയാൽ മതി, ഏകദേശം ഒരു 2.5 മണിക്കൂറുണ്ട്. അതുകൊണ്ട് ജനറൽ ടിക്കറ്റ് എടുത്താൽ കുഴപ്പമില്ല. നമ്മുടെ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്, നമുക്ക് ട്രെയിനിൽ കയറിയിരിക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് എടുക്കുന്ന ട്രെയിനാന്ന് തോന്നുന്നു, അത് ഇത്ര നേരത്തെ ഇവിടെ വന്ന് കിടക്കുന്നത്. ഞാൻ കരുതി വേറെ വല്ലയിടത്തുനിന്നുള്ള ട്രെയിനായിരിക്കും എന്ന്, വേറെ എവിടെന്നെങ്കിലും വന്നിട്ട് ഇവിടുന്ന് പോകുന്നതായിരിക്കും എന്ന് വിചാരിച്ച. അല്ല ഗൈസ്, ദേ ഫ്രണ്ടിൽ ഒരു ജനറൽ ബോഗി ഉണ്ട്, നമുക്ക് അതിൽ കയറാം. ഒരു സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു, സൈഡ് സീറ്റ് കിട്ടിയാൽ ഉഷാറായി. കിട്ടാനുള്ള ചാൻസ് കുറവാട്ടോ, അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ജനറലെല്ലാം അത്യാവശ്യം നല്ല തിരക്കാട്ടോ. ദേ ഇങ്ങോട്ട് വരുന്നിടത്ത് ഒരു കടയൊക്കെ ഉണ്ട്. ദേ ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ അങ്ങനെ പബ്ലിക് വാഷ്റൂം അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടില്ല. ദേ ഇവിടെ നമുക്ക് നമ്മുടെ ട്രെയിൻ ഇവിടെ ഉണ്ട്, നമുക്ക് ഇതിൽ കയറിയിരിക്കാം.
ഇതേ ഗൈസ് അവന് നമുക്കൊരു സീറ്റൊക്കെ കിട്ടി കേട്ടോ. പിന്നെ അത്യാവശ്യം സൗണ്ട് കുറച്ചിട്ട് സംസാരിക്കുന്നത്. അത്യാവശ്യം നല്ല ആളുണ്ട് അവിടെ. നമ്മൾ വിചാരിച്ച ഒരു സൈഡ് സീറ്റ് കിട്ടിയില്ല, പറ്റത്തുള്ളൊരു സീറ്റ് കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടാണ്. ഇനി വേറെ കുറച്ച് പരിപാടിയുണ്ട്, കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്നലെ എടുത്തത്, പിന്നെ അല്ലാതെ 2 ഷോർട്സ് എഡിറ്റ് ചെയ്യാനുണ്ട്. കുറേ വീഡിയോസ് പെൻഡിങ് ആയിട്ട് കിടക്കുക എഡിറ്റ് ചെയ്യാനായിട്ട്. ലൈഫ് ഡേ അങ്ങനെ നമ്മൾ ഫൈനലി കായംകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കായംകുളത്ത് എത്തി ഇനി നേരെ വീട്ടിലോട്ട് വന്നു. ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കണം, വളരെ ആരെങ്കിലും റോഡൊക്കെ കയറി പോകാം. പക്ഷേ നമ്മളെ കായംകുളത്തെത്തി. ഏതാണ് നമ്മൾ വന്ന ട്രെയിൻ ഇവിടെ കിടക്കുന്നത്? നമ്മൾ വന്ന ട്രെയിന് എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. അതാകുമ്പോൾ അധികം നടക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ കായംകുളം സ്റ്റേഷൻ. ട്രെയിൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് അപ്പുറത്തിറങ്ങണം. ഗൈസ് ട്രെയിനോടെ നമ്മളിവിടെ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇവിടെ ഇനിയും ബ്ലോഗ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, നേരെ അവിടെ ചെന്നിട്ടാണ്. ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിൽ എത്തി. ഏകദേശം നല്ലോണം ക്ഷീണിച്ചു കേട്ടോ. ഫുഡൊന്നും കഴിച്ചില്ല, ഇനി ഫുഡും എല്ലാം കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പം പുറത്തൊക്കെ പോയി വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അഥവാ വേറെ ഒന്നും കാണിക്കാഞ്ഞത്. അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ ഉറക്കം റെഡിയായില്ല. അങ്ങനെ അതാ കുറച്ച് നേരം അങ്ങ് കിടന്നുറങ്ങി. നല്ല ഉറക്കമായിരുന്നു. വൈകുന്നേരം എന്തോ കിടന്നതാണ്, ഇപ്പോഴാണ് എണീക്കുന്നത്. മീൻസ് ഒരു 7 മണി ആ ടൈം എന്തോ ആയപ്പോഴാണ് നമ്മൾ എണീറ്റത്. എന്നിട്ട് പിന്നെ പുറത്തൊക്കെ ഒന്ന് പോയി ഒക്കെ ഒന്ന് അതാ പിന്നെ വീഡിയോ ഒന്നും കാണാനത്. ഗൈസ് അവിടുത്തെ പരിപാടി വലിയ സുഖമില്ലായിരുന്നു കേട്ടോ, ശോകമായിരുന്നു. എന്നുവെച്ചാൽ പരിപാടി ബാക്കിയെല്ലാം ഓക്കെയാണ്, ക്രൗഡുണ്ട്, എല്ലാം സെറ്റായിരുന്നു. പിന്നെ എന്താ DJ നൈറ്റ് ഇല്ലായിരുന്നു, അതായിരുന്നു ഒരു ശോകമായിട്ട് തോന്നിയത്. അവിടുത്തെ മറ്റേ പരിപാടി ഹോസ്റ്റ് ചെയ്തില്ലേ, അവിടുത്തെ ഒരു പുള്ളിയടിക്ക് ഞാൻ സംസാരിച്ചായിരുന്നു. പക്ഷെ വീഡിയോയ്ക്ക് അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം പുള്ളിക്കാരനെ പോലീസുകാരെന്തോ സർക്കുലർ കൊടുത്തപ്പോൾ ഉണ്ട്, അതിനകത്ത് എന്താ DJ നൈറ്റ് നടത്തല് അങ്ങനെ എന്തോ ഒരിതാ അവർ പറഞ്ഞത്. എന്താന്ന് കറക്റ്റ് കാര്യം എനിക്കറിയത്തില്ല. അവരങ്ങനെ മറ്റേ ആ പരിപാടി ഹോസ്റ്റ് ചെയ്ത് പുള്ളി അങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിച്ചായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു. എനിക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് ഈ ഡെയിലി ഇതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടൊന്ന് ഞെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.